നമസ്കാരം. രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഉയർത്തുന്ന വലിയ ആരോപണം എന്ന് പറയുന്നത് വോട്ട് ചോരിയാണ്. അതായത് കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJP വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ നടത്തുന്ന അട്ടിമറി, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിൽ കാണിക്കുന്ന കൃത്രിമം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുകയാണ്. വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി പ്രവർത്തനം നടത്തുന്നു. അതായത് ഏത് ചിഹ്നത്തിന് വോട്ട് ചെയ്താലും BJPയുടെ ചിഹ്നമായ താമരയ്ക്ക് വോട്ട് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നുവരെ അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ അടുത്ത കാലത്തായി വോട്ടർ പട്ടിക കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ ആരോപണങ്ങളും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ജനങ്ങളിൽ സംശയമുണ്ടാക്കുക, അതുവഴി രാഷ്ട്രീയമായി നേട്ടം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിലുടനീളം പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി ആയുധമാക്കിയത് ഈ വോട്ട് ചോരിയായിരുന്നു. എന്നാൽ ഈ വോട്ട് ചോരി എന്ന പ്രയോഗം ഏറ്റെടുക്കാൻ അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ പോലും തയ്യാറായിരുന്നില്ല. ആ സമയത്ത് ഏറ്റവും ഒടുവിലായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വന്നു എന്ന് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെയും രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെയും നിഷ്കരണം തള്ളുകയാണ് ബീഹാറി ജനത ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ കർണാടകത്തിലെ ജനങ്ങളും രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയുകയാണ്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. കർണാടക സർക്കാർ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഈ വോട്ട് ചോരിക്കുമേൽ, അതായത് വോട്ടർ പട്ടികയിലും EVMലും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു സർവേ നടത്തിയിരുന്നു. ആ സർവേയുടെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സർവേ ഫലം അനുസരിച്ച് 83.61% ജനങ്ങൾക്കും, ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ള ഏതാണ്ട് 84% ജനങ്ങൾക്കും ഈ രാജ്യത്തെ വോട്ടിംഗ് സംവിധാനങ്ങളോട് വിശ്വാസ്യത ഇല്ലാതെയില്ല, അതായത് അവിശ്വാസമൊന്നും തന്നെ ഇല്ല എന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് വോട്ടിംഗ് മെഷീനിലായിക്കോട്ടെ വോട്ടർ പട്ടികയിലായിക്കോട്ടെ ഈ പറയുന്ന തരത്തിലുള്ള അട്ടിമറി നടന്നു എന്ന് ഈ പറയുന്ന വോട്ടർമാർ വിശ്വസിക്കുന്നില്ല. കർണാടക സംസ്ഥാനത്തെ 84% ആളുകളും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളുകയാണ്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ അവർ അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ല എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഒരു സർവേ ഫലം, ആ സർവേ ഫലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ തള്ളുന്നു എന്നുള്ളത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ദക്ഷിണേന്ത്യ പിടിച്ചടക്കിക്കൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരും എന്നാണ് എല്ലാവരും കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന ആരോപണങ്ങൾ കൊണ്ട് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ സർവേ ഫലം കാണിക്കുന്നത്. പൊതുവെ കർണാടകത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയാണ്. DK ശിവകുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമ്മിൽ അധികാര വടംവലി നടക്കുന്നു. ഈ വടംവലിക്കിടയിൽ ജനങ്ങൾ ആ സർക്കാരിനോടും കോൺഗ്രസ് പാർട്ടിയോടും അതൃപ്തരാണ് എന്ന സൂചന കൂടി ഈ സർവേ ഫലത്തിൽ നിന്നും പുറത്തു വരികയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.